അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ ഇൻറ്റീജേഴ്സിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് തുടങ്ങിയിരുന്നത്. അതിൽ ആദ്യമായിട്ട് രണ്ട് ഇൻറ്റീജേഴ്സും പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ് ഓപ്പറേഷൻസ് എന്ന് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഇത്ര വർഷം പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇതിന് പഠിക്കാനുള്ളത് ഇനി രണ്ട് ഇൻറ്റീജേഴ്സും നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻസ് മീൻസ് പ്ലസ് മൈനസ് ഇൻറ്റു അതേപോലെ ഡിവിഷൻ, ഈ 4 കാര്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ രണ്ട് നമ്പറും 2 ഡിജിറ്റും നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒന്നും കൂടി ചെറിയ രൂപത്തിൽ പറയാം. ഒന്ന് നോക്കിയോ, പ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യുന്നത് രണ്ടും നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ സാധാരണ പോലെ ആഡ് ചെയ്യുക, എന്നിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. ഇത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും ഓർമ്മിക്കുകയും ചെയ്യണം, കാരണം ഇത് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ള വിഷയമാണ്. അപ്പോൾ ഓരോ കണക്കും ഓരോ ഘട്ടവും കൃത്യമായി മനസ്സിൽ ഓടണം. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ 2 നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുമ്പം സാധാരണ പോലെ ആഡ് ചെയ്തിട്ട് നെഗറ്റീവിൻ്റെ ചിഹ്നം കൊടുക്കുക. ആൻസറിൻ്റെ അവിടെ ശ്രദ്ധിക്കണം, നെഗറ്റീവ് ചിഹ്നമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി 2 നമ്പർ നെഗറ്റീവ് കുറക്കാനാണെങ്കിൽ 2 നെഗറ്റീവ് നമ്പർ കുറക്കാനാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് വരുന്നിടത്തെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എവിടെയാണെങ്കിലും കുറക്കാനുണ്ടെങ്കിൽ ഒരു 2 കാര്യം ശ്രദ്ധിക്കണം. കുറക്കാനുണ്ടെങ്കിൽ മെയിൻ സബ്ട്രാക്ഷൻ്റെ സൈൻ ഉണ്ടാവുമല്ലോ, കുറക്കുക എന്ന സൈന്, അതിനെ പ്ലസ് ആക്കുക. എന്നിട്ട് രണ്ടാമത്തെ കുറക്കുന്ന സംഖ്യ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഇവിടെ -2 അല്ലേ, അതിൻ്റെ ചിഹ്നം എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നം കൊടുക്കുക. ഇപ്പോൾ ഇവിടെ -5 -2 എന്നാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അതിനെ ബ്രാക്കറ്റിൽ എഴുതി നോക്ക്, -5 അതിനെന്തും ചെയ്യണ്ട. രണ്ടാമത്തെ മെയിൻ സബ്ട്രാക്ഷൻ്റെ ചിഹ്നം എന്താക്കുക, മൈനസിനെ പ്ലസ് ആക്കുക, അത് പ്ലസ് ചെയ്തു അല്ലേ. അടുത്തത് -2 ആണ് അല്ലേ, ആ 2-നുള്ള ചിഹ്നം ഏതാണ്, മൈനസാണ്. ഈ 2 മൈനസും വേറെ വേറെയാണ്, ഒന്ന് സബ്ട്രാക്ഷൻ്റെ ചിഹ്നമായ മൈനസ്, മറ്റേത് ഈ ഡിജിറ്റിനെ സൂചിപ്പിക്കുന്ന മൈനസാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിജിറ്റിനെ സൂചിപ്പിക്കുന്ന മൈനസ് നെഗറ്റീവാണ്, അതിനെന്താക്കുക, പ്ലസ് ആക്കുക. അപ്പോൾ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 2 കാര്യം. ഒന്ന്, മെയിൻ സബ്ട്രാക്ഷൻ സൈൻ ഉണ്ടാവും, ചിഹ്നം, അതിനെ മാറ്റി പ്ലസ് ആക്കുക, മെയിൻ ചിഹ്നത്തിനെ പ്ലസ് ആക്കുക. രണ്ടാമത്തേത്, നമ്മൾ കുറക്കുന്ന 2 നമ്പറിൽ രണ്ടാമത്തെ നമ്പർ ഉണ്ടാവുമല്ലോ, ആ രണ്ടാമത്തെ നമ്പറിൻ്റെ സൈൻ എന്താണോ നിലവിലുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഉള്ളത് നെഗറ്റീവാണ്, അപ്പോൾ നമ്മൾ പ്ലസ് കൊടുത്തു. ഇനി പ്ലസ് ആണുള്ളതെങ്കിൽ -5 +2 എന്നാണ് ഉള്ളത് എങ്കിൽ, പ്ലസ് ആണെങ്കിൽ സൈന് കൊടുക്കാറില്ല. ഓക്കെ, മൈനസ് ആണെങ്കിൽ മാത്രമേ സൈന് കൊടുക്കാറുള്ളൂ, പ്ലസ് ആകുമ്പോൾ സൈന് കൊടുക്കാറില്ല. സൈൻ ഇല്ലെങ്കിൽ അത് പ്ലസ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ പ്ലസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക. -5 -2 എന്നാണ് നമ്മളെ ചോദ്യം അല്ലേ. അപ്പോൾ അതിന് ആദ്യം നമ്മൾ എന്താക്കുക, ഞാൻ മുന്നേ ബ്രാക്കറ്റിൽ എഴുതിയ പോലെ പ്ലസ് ആക്കി എഴുതുക. -5 ആദ്യത്തെ നമ്പറിനൊന്നും മാറ്റാല്ല, ഉള്ള പോലെ തന്നെ എഴുതുക. പിന്നെ എന്താക്കുക, മൈനസിൻ്റെ സൈനിനെ പ്ലസ് ചെയ്യുക, എന്നിട്ട് ആ ഡിജിറ്റിൻ്റെ സൈനിന് ഓപ്പോസിറ്റ് കൊടുക്കുക. ഇവിടെ മൈനസാണ്, -2, അപ്പോൾ നമ്മൾ +2 കൊടുത്തു അല്ലേ. പ്ലസ് ആയതുകൊണ്ട് അതിൻ്റെ ഇവിടെ സൈൻ എഴുതേണ്ട ആവശ്യമില്ല. -5 +2 എത്രയായിരിക്കും, അതെങ്ങനെയാണ്, ഒരു നെഗറ്റീവും ഒരു, ഇപ്പോൾ എന്തായി, -5 +2 ആണ്, ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറുമായി അല്ലേ. അത് എങ്ങനെയാണ് കൂട്ടേണ്ടതെന്ന് നമ്മൾ ഇപ്രാവശ്യം പഠിച്ചിട്ടില്ല, ഇൻഷാ അല്ലാഹ് താഴെ പഠിക്കുന്നുണ്ട്, അവിടെ പറയും. അതായത് 2ൻ്റെയും ഡിഫറൻസ് കാണുക, 2 നമ്പറിൻ്റെ ഡിഫറൻസ് കാണുക, വ്യത്യാസം. 5ൻ്റെയും 2ൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് 3 ആണ് അല്ലേ, 3 എഴുതുക. എന്നിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നം കൊടുക്കുക. ഇവിടെ വലിയ നമ്പർ 5 ആണ് അല്ലേ, അപ്പോൾ 5ൻ്റെ ചിഹ്നം കൊടുക്കുക. 5-ന് മൈനസാണുള്ളത്, മൈനസ് കൊടുക്കുക. ഓക്കെ, അടുത്തത് മൾട്ടിപ്ലിക്കേഷനാണ്. 2 നെഗറ്റീവ് നമ്പർ ഗുണിക്കുമ്പോൾ ഒന്നും ചിന്തിക്കാനില്ല, 2 പോസിറ്റീവ് നമ്പർ എങ്ങനെയാണോ ഗുണിക്കുന്നത് അതേപോലെയാണ്, ചിഹ്നം മാറ്റേണ്ട ആവശ്യമില്ല, പോസിറ്റീവാണ് ചിഹ്നം കൊടുക്കേണ്ടത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം. അരിക്കുമ്പോഴും അതേപോലെയാണ്, 2 അരിക്കുന്ന 2 നമ്പറും നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവായിരിക്കും. 2 മൾട്ടിപ്ലിക്കേഷനിൽ 2 നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവായിരിക്കും. മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും 2 നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവായിരിക്കും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തത് ഇന്ന് പറയാനുള്ളത്, ഒരു നമ്പർ പോസിറ്റീവും മറ്റൊരു നമ്പർ നെഗറ്റീവുമാണെങ്കിൽ, നമ്മൾ ഇതുവരെ പഠിച്ചെന്താണ്, 2 നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ് കൂട്ടേണ്ടത്, എങ്ങനെയാണ് കുറയ്ക്കേണ്ടത്, എങ്ങനെയാണ് ഗുണിക്കേണ്ടത്, എങ്ങനെയാണ് ഹരിക്കേണ്ടത് അല്ലേ. ഇവിടെ ഗുണിക്കേണ്ടതും ഹരിക്കേണ്ടതും തീരെ പഠിക്കാനേ ഇല്ല,
ആൻസർ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ കൂട്ടുന്നിടത്ത് സാധാരണ പോലെ കൂട്ടുക, എന്നിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. കുറക്കുന്നിടത്ത് മാത്രമാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. അതായത് മെയിൻ സൈനും കുറക്കുക എന്ന സബ്ട്രാക്ഷൻ്റെ സൈനിനെ പ്ലസ് ആക്കണം. എന്നിട്ട് ആ കുറക്കപ്പെടുന്ന രണ്ടാമത്തെ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിൻ്റെ സൈനിനെ മാറ്റണം. പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കണം, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കണം. ഓക്കെ, അത് ഇനി നമുക്ക് നോക്കാം. ഒരു നമ്പർ, ഒരു ഇൻറ്റീജർ പോസിറ്റീവ് മറ്റൊരു ഇൻറ്റീജർ നെഗറ്റീവുമാണെങ്കിൽ എങ്ങനെയാണ് കൂട്ടേണ്ടത്, എങ്ങനെയാണ് കുറയ്ക്കേണ്ടത്, എങ്ങനെയാണ് ഗുണിക്കേണ്ടത്, എങ്ങനെയാണ് ഹരിക്കേണ്ടത്, ഓരോന്നിനും രണ്ട് ഉദാഹരണം എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. 4 + -7 = -3 അതെങ്ങനെയാണ് ചെയ്തത്? ഒരു നമ്പർ പോസിറ്റീവും ഒരു നമ്പർ നെഗറ്റീവും ആണ് കൂട്ടേണ്ടതെങ്കിൽ നമ്മൾ നേരത്തെ കുറക്കുന്നിടത്ത് പറഞ്ഞിരുന്നു, എന്ത് ചെയ്യുക? ഡിഫറൻസ് കാണുക. രണ്ട് നമ്പറിൻ്റെയും ഡിഫറൻസ് കാണുക. 4ഉം 7ഉം അല്ലേ, -1 കൂട്ടാതെ ഡിഫറൻസ് കാണുക. 4ഉം 7ൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് 3 ആ 3 എഴുതുക. എന്നിട്ട് ചിഹ്നം എന്താക്കുക? വലിയ നമ്പർ, നമ്മൾ ഡിജിറ്റലിൽ കാണുമ്പോൾ വലുതേതാണ്? 7 അല്ലേ, അപ്പോൾ 7ൻ്റെ വലിയ നമ്പറിൻ്റെ ചിഹ്നം കൊടുക്കുക. രണ്ടാമത്തെ ഉദാഹരണം നോക്കി താഴെ, -4 + 7 ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സും ആണ് അല്ലേ. അപ്പോൾ എന്താക്കുക? ഡിഫറൻസ് കണ്ടു. ഡിഫറൻസ് എത്രയാണ്? 3 വലിയ നമ്പർ ഏതാണ്? 7. 7ൻ്റെ സൈൻ എന്താണ്? +7 അല്ലേ. അപ്പോൾ പ്ലസിൻ്റെ ചിഹ്നം കൊടുത്തു 3. പ്ലസ് ആയതുകൊണ്ട് ചിഹ്നം കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി സബ്ട്രാക്ഷൻ നോക്കിയോ. ഒരു നമ്പർ നെഗറ്റീവും ഒരു നമ്പർ പോസിറ്റീവുമാണെങ്കിൽ എങ്ങനെയാണ് സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത്? -7 -+4. ശ്രദ്ധിക്കുക, അത് +4 ആണ്. ഞാൻ പറഞ്ഞു പ്ലസ് ആയതുകൊണ്ട് എന്താവില്ല, പ്ലസ് ആണെങ്കിൽ ചിഹ്നം കൊടുക്കാറില്ല. പിന്നെ അവിടെ 4ന് മുമ്പിൽ കാണുന്ന മൈനസ് അത് സബ്ട്രാക്ഷൻ്റെ ചിഹ്നമാണ്, അത് വേറെ മൈനസാണ്. ഓക്കെ, -7 -+4 അല്ലേ. അപ്പോൾ ഒരു -4 ഒന്ന് നെഗറ്റീവാണ്, ഒന്ന് +4 പോസിറ്റീവാണ്. അതെങ്ങനെ കുറക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മൈനസ് ചിഹ്നത്തിനെ പ്ലസ് ആക്കുക. ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിയ പോലെ മൈനസ് ചിഹ്നത്തിനെ പ്ലസ് ആക്കുക. എന്നിട്ട് നമ്മൾ ആ രണ്ടാമത്തെ ഡിജിറ്റലിൻ്റെ നമ്പറിനെ ഓപ്പോസിറ്റ് ആക്കുക. ഇവിടെ പ്ലസ് ആണ്, അതിനെ മൈനസ് ആക്കി. ഓക്കെ, അപ്പോൾ എന്തായി? -7 + -4 അല്ലേ. -7 + -4 രണ്ട് മൈനസിന് ഇവിടെ കൂട്ടേണ്ടി വന്നു. രണ്ട് മൈനസ് കൂട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൂട്ടേണ്ടത്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, സാധാരണ പോലെ കൂട്ടുക, നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. അപ്പം -11. ഓക്കെ, ഇനി വേറൊരു ഉദാഹരണം നോക്കുക. മൈനസിന് തന്നെ രണ്ടാമത്തെ നമ്പർ മൈനസും രണ്ടാമത്തെ നമ്പർ നെഗറ്റീവും ആദ്യത്തെ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ +7 കുറക്കണം -4 അല്ലേ. ഇതെങ്ങനെയായിരിക്കും? പറഞ്ഞു, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ നമ്പർ അതേപോലെ എഴുതുക, ബ്രാക്കറ്റ് വെക്കുക. ആദ്യത്തെ നമ്പർ അതേപോലെ എഴുതുക, സബ്ട്രാക്ഷൻ്റെ ചിഹ്നം പ്ലസ് ആക്കുക. രണ്ടാമത്തെ ഡിജിറ്റലിൻ്റെ സൈൻ എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് കൊടുക്കുക. ഇവിടെ മൈനസാണ് ഉള്ളത്, അപ്പോൾ പ്ലസ് കൊടുക്കണം അല്ലേ. അപ്പോൾ 7 + +4 അപ്പോൾ എത്രയാണ്? 7 + 4 11. ഓക്കെ, ദാറ്റ് ഈസ് ആൻസർ. അപ്പോൾ കുറക്കുന്നിടത്ത് മാത്രമാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ളത്. ആ കുറക്കുന്നിടത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാൽ ഈ കണക്ക് മൊത്തം എളുപ്പമാവും. ഇനി ഗുണിക്കുന്നിടത്ത് ശ്രദ്ധിക്കുക. ഒരു നമ്പർ നെഗറ്റീവ് ഒരു നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? സാധാരണ പോലെ ഗുണിക്കുക, ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അത് ഒന്നാമത്തെ നമ്പർ ആവട്ടെ രണ്ടാമത്തെ നമ്പർ ആവട്ടെ നെഗറ്റീവ്. ഓക്കെ, ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഹരിക്കുന്നതും അതേപോലെയാണ്. -16 ആയിരിക്കണം +4 -4, +16 ആയിരിക്കണം -4 -4. ഗുണിക്കുന്നിടത്തും ഹരിക്കുന്നിടത്തും ഏതെങ്കിലും ഒരു നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഗുണിക്കുന്നിടത്തും ഹരിക്കുന്നിടത്തും രണ്ട് നമ്പറും നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഗുണിക്കുന്നിടത്തും ഹരിക്കുന്നിടത്തും രണ്ട് നമ്പറും പോസിറ്റീവ് ആണെങ്കിൽ എന്തായാലും ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യം ശ്രദ്ധിക്കുക. ഇത് പല പ്രാവശ്യം വായിക്കുക, ശ്രദ്ധിക്കുക. പിന്നെ താഴെ തരുന്ന വർക്കുകൾ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ചോദിക്കാവുന്നതാണ്. സംശയങ്ങൾ വാട്സപ്പിലൂടെ ചോദിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.